ശ്രീകുമാർ, അതായത് ബി ജെ പിയിലേക്ക് വന്നാൽ 40 വർഷമായി യാതൊന്നും പ്രതീക്ഷിക്കാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ, അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിനൊക്കെ ബി ജെ പി ബഹുദൂരം അകലെയായിരുന്ന കാലത്ത് പോലും സധൈര്യം ആ പാർട്ടിയിലേക്ക് ഇറങ്ങി വന്ന് സൈക്കിൾ യാത്രകളിലൂടെ പാർട്ടിയെ വളർത്താൻ ശ്രമിച്ച ഒരാൾക്ക് അപ്രതീക്ഷിതമായി മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നു. ബിഷപ്പ് കുർലോസിനെതിരായ വിവാദ പരിഹാസം CPM-നെയും പിണറായി വിജയനെയും വല്ലാണ്ട് പ്രതിസന്ധിയിലാക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ. ഇന്ന് പോലും പരോക്ഷമായി അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ക്രൈസ്തവരെ തണുപ്പിക്കാനാണെങ്കിൽ ജോസ് കെ മാണിക്ക് വേണ്ടി ഈ വിട്ടുവീഴ്ച ചെയ്തതിനെ CPM-നെ പ്രശംസിക്കേണ്ടി വരില്ലേ? ഇതിൽ CPM-ൻ്റെ രാഷ്ട്രീയമൊന്നുമില്ല കൃഷ്ണരാജെ. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം നമ്മൾ പറയുമ്പോൾ സാധാരണ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നൊരു പദമാണ്. പക്ഷേ ഈ ദയനീയത എന്ന് പറയുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചത്. അല്ലെങ്കിൽ 10,000, 50,000-ന് മേലെ, 1-2 സ്ഥലങ്ങളല്ലേ ഉള്ളൂ അതിൽ താഴെയുള്ളത്. അപ്പോൾ പാലക്കാടക്കം നിങ്ങൾ നോക്കൂ, VK ശ്രീകണ്ഠൻ്റെ ഭൂരിപക്ഷം എത്രയാണ്? അവരുടെ ഒരു മണ്ഡലമല്ലേ. അതുപോലെ ഇങ്ങനെ CPM വല്ലാതെ പിന്നാക്കം പോകുമ്പോൾ മധ്യ കേരളത്തിലെ ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണ അവർക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം CPM ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് CPM-ൻ്റെ അടിത്തറയൊന്നും ശിഥിലമായി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അവരേത് സമയത്തും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാവുന്നൊരു പാർട്ടി തന്നെയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യം അത്. പക്ഷേ പഴയകാല CPM-ൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കാണുന്നത് പാർട്ടിയല്ല ഇന്ന് പാർട്ടിയെ നയിക്കുന്നത്, പക്ഷേ ചില വ്യക്തികളാണ് എന്നുള്ളതാണ്. ആ വ്യക്തികൾ അവരുടെ ചില ശൈലി മാറ്റണമെന്നുള്ള അഭിപ്രായം ഉയരുന്ന ഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് മുറുകെ പിടിച്ചത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ കേരള കോൺഗ്രസിൻ്റെ സമ്മർദ്ദ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. ഇപ്പം നേരത്തെ UDF-ൻ്റെ ഭരണകാലത്തെ KM മാണി ഒരു പ്രത്യേക ബ്ലോക്കായിരുന്നത് നമുക്കറിയാമല്ലോ. അങ്ങനെ ബ്ലോക്കായിരുന്ന ശേഷം അവർക്ക് രാജ്യസഭാ അംഗത്വം ശ്രീ ജോസ് കെ മാണിക്ക് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അന്ന് കോൺഗ്രസ്സിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായില്ലേ? VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ രംഗത്ത് വന്നില്ലേ? അപ്പോൾ അത് കേരള കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ളൊരു സമ്മർദ്ദ രാഷ്ട്രീയം അവരെ അധികകാലം സമ്മർദ്ദ രാഷ്ട്രീയം കൊണ്ട് അധികകാലം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അണികൾക്ക് പ്രശ്നമല്ലേ, പ്രവർത്തകർക്ക് പ്രശ്നമല്ലേ. ഇപ്പോൾ ജോസ് കെ മാണിക്ക് രാജ്യസഭാ അംഗത്വം കിട്ടിയതുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലയിലെ പ്രാദേശിക നേതാക്കൾക്ക് എന്താണ് ഗുണമുള്ളത്? അതാലോചിക്കണ്ടേ? ജോസ് കെ മാണിക്ക് അവർ ഒരു സീറ്റ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് കേരള കോൺഗ്രസിലെ എല്ലാ നേതാക്കളും തൃപ്തരായെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കേരള കോൺഗ്രസിലെ ഒരു മന്ത്രിയും ഒരു MP-യും മാത്രമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ മന്ത്രിക്ക് MP-ക്കും ഒരുപക്ഷെ വിധേയത്വം കാണുമായിരിക്കും CPM-നോട്. പക്ഷേ അവരുടെ മറ്റ് നേതാക്കളില്ലേ, അവരുടെ യുവജന നേതാക്കളില്ലേ? ഇവരുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു പാർട്ടിയെ കൂടെ നിർത്താൻ വേണ്ടി CPM ഒന്ന് മുട്ടുമടക്കുമ്പോൾ അത് ഒരു വിട്ടുവീഴ്ചയെന്നോ ത്യാഗമെന്നോ ഒക്കെ നിങ്ങൾ പത്രങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ അത് രണ്ടു കൂട്ടരുടെയും ഗതികേട് കൊണ്ട് സംഭവിക്കുന്നതാണ്. നേരെ മറിച്ച് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-ന് ഒരു 10 സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, കേരള കോൺഗ്രസിലെ രാജ്യസഭാ സ്ഥാനം കൊടുക്കില്ല. അതുമാത്രമല്ല, ഒരു 15 സീറ്റ് കിട്ടിയിരുന്നത് വയ്ക്കുക, CPI-ക്ക് അവർ രാജ്യസഭാ സ്ഥാനം കൊടുക്കുമായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് RSPയുടെ സീറ്റ് എങ്ങനെയാണ് പിടിച്ചെടുത്തത്? ധിക്കാരമായിരുന്നില്ലേ RSPയുടെ സീറ്റ്, ലോക്സഭാ സീറ്റ് തിരിച്ചു പിടിച്ചതുകൊണ്ട്? അതുകൊണ്ടല്ലേ പ്രേമേന്ദ്രൻ പോയത്, അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് പരനാറി എന്ന ചീത്ത കേൾക്കേണ്ടി വന്നത്. ആ പ്രേമേന്ദ്രൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ CPM ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് ഭയമുണ്ട്. കാരണം ഞങ്ങൾ ആരെയൊക്കെയാണോ രാഷ്ട്രീയമായി ദ്രോഹിച്ചത് അവരൊക്കെ CPM-നെക്കാട്ടിലും ഉയരത്തിലേക്ക് പോവുകയാണ്. ദേശീയ തലത്തിൽ ഇന്ന് പ്രേമചന്ദ്രൻ ആരാണ്? ഒരു ഘടകകക്ഷിയുടെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖനായ നേതാവാണ്. അവിടെ പാർലമെൻറ്റിൽ പ്രേമചന്ദ്രന് കേരള ഗവൺമെൻറ്റിന് വേണ്ടി പോലും കഴിഞ്ഞ GST കുടിശ്ശിക കിട്ടാൻ വേണ്ടി വാദിച്ചില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് CPM-ൻ്റെ രാഷ്ട്രീയമായ ഒരു നേട്ടവുമല്ല, ഒരു തികഞ്ഞ പരാജയം തന്നെയാണ്. അവിടെ നിങ്ങൾ BJP-യെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജോർജ് കുര്യന് അവരൊരു സീറ്റ് കൊടുത്തതൊക്കെ വളരെ നന്നായി. കാരണം ജോർജ് കുര്യനെ വളരെ കാലം മുതലേ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം തൃശ്ശൂരിലെ നമ്മുടെ പഴയൊരു ജനസംഘം നേതാവുണ്ടായിരുന്നു, PD പുരുഷോത്തമ മാസ്റ്റർ. അദ്ദേഹം BJP-യുടെ പിന്നെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയ ഒരാളാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ ആയ ഒരാളാണ്.
അപ്പോൾ PD പുരുഷോത്തമ മാഷ് അന്ന് BJP വളർച്ച വന്നിട്ടില്ല. അന്ന് പുരുഷോത്തമ മാഷ് ശിഷ്യനായിരുന്നു ഈ ജോർജ് കുര്യൻ എന്ന് തോന്നുന്നു. അദ്ദേഹം തൃശ്ശൂരെ പുരുഷോത്തമ മാഷ് വീട്ടിൽ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. അന്ന് ജോർജ് കുര്യൻ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയാണ് വർഷങ്ങൾക്ക് മുമ്പ്. അന്നോട്ട് എനിക്ക് അദ്ദേഹത്തെ ഞാൻ കണ്ടുപരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ BJP കൊടുക്കുമ്പോൾ അത് ക്രിസ്ത്യാനികളെ മുഴുവൻ വശത്താക്കാൻ കഴിയും എന്ന് കരുതുന്നത് തെറ്റാണ്. അത് BJPയുടെ ഒരു രാഷ്ട്രീയമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ ഒരു ഇന്നലെ തന്നെ ജനൻ TV ചർച്ചയിൽ ഉണ്ടായിരുന്നപ്പോൾ മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇന്നലെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് അവർക്കൊരു MP ഇല്ലാത്തതുകൊണ്ടാണെന്ന്. അങ്ങനെ അല്ലല്ലോ. മുസ്ലിം പ്രതിനിധിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ജോർജ് കുര്യനെ ഉൾപ്പെടുത്തിയ പോലെ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ജോർജ് കുര്യനെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ക്രൈസ്തവ മേഖലയിൽ BJP എന്തെങ്കിലും വോട്ട് ലക്ഷ്യമിടുന്നുണ്ടായിരിക്കാം. അതിന് അവർ പറയുന്നത് തൃശ്ശൂരിലത്തെ വിജയമാണ്. സത്യത്തിൽ തൃശ്ശൂരിലെ വിജയം താമര ചിഹ്നത്തിൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന് ശരിയാണെങ്കിലും ഞാൻ തന്നെ മുൻപ് പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വോട്ടുകളായിട്ട് കണക്കാക്കണം, അത് BJPയുടെ വോട്ടുകളായിട്ട് കണക്കാക്കരുത്. സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വോട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ 3-4 വർഷം തൃശ്ശൂരിൽ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ 6-7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴിച്ച് 6 BJP മുന്നിലാണ് എന്ന് വെച്ചുകൊണ്ട് അടുത്ത അസംബ്ലി മണ്ഡലങ്ങളിൽ 6 BJP MLA-മാർ വരുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? ഇല്ല. അത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് ഞാൻ മുൻപ് തെരഞ്ഞെടുപ്പ് ശേഷം ഞാൻ പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിക്ക് വോട്ടുകൾ കൂടുതൽ കിട്ടാൻ വഴിയുണ്ട്. പക്ഷേ ജയത്തിലേക്ക് എത്തുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് BJPയുടെ നിലപാടുകളും ഇപ്പോഴത്തെ ഈ രാജ്യസഭയിൽ CPM എടുത്ത നിലപാടും തമ്മിൽ താരതമ്യം ചെയ്യരുത്. ദേശീയ തലത്തിലൊരു മുന്നണി രാഷ്ട്രീയം ഇപ്പം രൂപപ്പെട്ടിട്ടേ ഉള്ളൂ. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഈ കോട്ടയം അത്രമേൽ CPM-നോടോ ഇടതു പാർട്ടികളോടോ ചേർന്ന് നിന്ന ഒരിടമല്ലല്ലോ. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ ജോസ് കെ മാണി പക്ഷം വന്ന കാരണത്താൽ തന്നെ വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ LDF-ന് കഴിഞ്ഞു. അതായത് ലോക്സഭയിൽ മത്സരിച്ച ജോസ് കെ മാണി പക്ഷം പരാജയപ്പെടുന്നു. ഇനി അവർക്ക് രാജ്യസഭയിൽ കൂടി ഒരു സഹായം CPM-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എങ്കിൽ കോട്ടയം രാഷ്ട്രീയത്തിൽ ഉണ്ടാകാവുന്ന ഉലച്ചിലുകൾ അത് മുന്നിൽ കണ്ടാണോ CPM തീരുമാനം? മധ്യ തിരുവിതാംകൂർ, വിശേഷിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ഈ 3 ജില്ലകൾ, എറണാകുളം ഉൾപ്പെടെ ഈ 4 ജില്ലകൾ എന്നും UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴേക്ക് അവരുടെ MLA-മാരെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് MLA-മാരെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തുനിന്നായിരുന്നു. ഇപ്പോൾ ആ സ്ഥിതിക്ക് ഒരുപാട് മാറ്റമുണ്ട്. പത്തനംതിട്ടയിൽ തന്നെ UDF-ന് MLA-മാരില്ല. ആ സ്ഥിതിയിലേക്ക് ഏറ്റവും കൂടുതൽ ശക്തമായിരുന്നു. അതുപോലെ കോട്ടയത്ത്, ഇടുക്കി, ഈ മണ്ഡലങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് UDF നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യം മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും പല മേഖലകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ BJPക്ക് ശക്തിയുള്ള സ്റ്റേറ്റ് അല്ലേ UP. ഇപ്പോഴെന്ത് സംഭവിച്ചോടെ 5 ലക്ഷത്തിന് ജയിച്ച നരേന്ദ്രമോദി 6000 വോട്ടിന് പിന്നിൽ പോയി പിന്നീട് 1.5 ലക്ഷം വോട്ടിന് ജയിച്ചു. 40-ൽ കൂടുതൽ വോട്ടുകൾ BJPക്കല്ല കോൺഗ്രസ് മുന്നണി കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം BJPയോട് തുടച്ചു മാറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാലാകാലങ്ങളിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന കോട്ടമാണ്. അത് സ്ഥിരമായ ഒരു കോട്ടമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിനേക്കാൾ ശക്തമായിട്ട് അങ്ങനെ കോട്ടം പറ്റുന്നവർ തിരിച്ചു വരാം. പിന്നെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇവിടെ നിസ്സഹായതാവസ്ഥ എന്നൊരു പ്രശ്നമേ ഇവിടെ പറഞ്ഞു. പലരും അങ്ങനെ പറഞ്ഞു. CPM-നോ CPI-ക്കോ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ നിസ്സഹായതാവസ്ഥയുടെ ആവശ്യമേ ഇല്ല. അവർ വളരെ ശക്തമായ ജനകീയാടിത്തറയിൽ നിൽക്കുന്ന 3 പാർട്ടികളാണ്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിന് 2019 ഞങ്ങൾക്കിതേ ഒരേ സീറ്റാണ് കിട്ടിയത്. അതിനുശേഷം വന്ന 2020 ത്രിതല പഞ്ചായത്തിലും 2021 നിയമസഭയിലും UDF-നേക്കാൾ വളരെ മുന്നോട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. ഇപ്പോൾ 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് 20 ത്രിതല പഞ്ചായത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. 21 ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത, ഒരു എക്സിറ്റ് പോലും പ്രവചിക്കാത്ത 99 സീറ്റുകളുമായിട്ട് വളരെ കൂടുതൽ ശക്തമായിട്ട് ഇടതുപക്ഷ മുന്നണി അധികാരത്തിലുള്ളത്. അല്ല, ഇപ്പോൾ EP ജയരാജൻ പറയുന്നത് പോലെ അന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആരാ വോട്ട് ചെയ്തത്? ഇപ്പോഴും പ്രധാനമായിട്ട് കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സാധ്യതകൾ വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസും CPM. എന്റെ ചോദ്യം അതല്ല. സാധാരണ BJP വോട്ടുകൾ കൂടുന്നതിന് ഒരു കാരണം കോൺഗ്രസ് ആണെന്നാണല്ലോ പറയാറ്. ഇത്തവണ 10 സീറ്റിൽ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതെന്ന് മറക്കരുത്. അതേസമയം BJP എല്ലാ മണ്ഡലങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നിട്ടും CPM തകർന്നു പോയി എന്നുള്ളതാണ്.
ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് BJPക്ക് ശരിയാണ് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടി, ശ്രീകുമാർ പറഞ്ഞതുപോലെ അത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഒരു വിജയമാണ്. പക്ഷെ അവിടുത്തെ ഒരു കണക്കൂടെ ഇന്നലെ വന്നിട്ട് ചർച്ചകളിൽ ഞാൻ കണ്ടു, അവിടെ വോട്ട് ചെയ്ത് LDF ആണ്. എന്താണ് ഈ കണക്ക് പറയുന്നത് അല്ല, എനിക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുമായി തട്ടിച്ചു നോക്കിയാൽ ഇടത് വോട്ടുകൾ തന്നെയാണ് സാർ കുറഞ്ഞത്. അല്ലല്ല, നിയമസഭയായിട്ട് നോക്കണ്ട. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപന് 4,15,089 വോട്ട് കിട്ടി 2019. അന്ന് LDF സ്ഥാനാർത്ഥി കിട്ടിയത് 3,21,456. BJP കിട്ടിയത് 2,93,822. ഇത് 2019 കണക്കാ. ജയിച്ച TN പ്രതാപന് 4,15,029 വോട്ടുണ്ടായിരുന്നു. പക്ഷേ 2024 UDF സ്ഥാനാർത്ഥി കിട്ടിയത് 3,28,652 വോട്ടാ. എന്നിട്ട് അവിടെ ത്രികോണ മത്സരം ഉണ്ടായിരുന്നില്ലല്ലോ. ത്രികോണ മത്സരമേ ഉണ്ടായിരുന്നില്ല. അവിടെ സുനിൽകുമാർ വലിയ വ്യക്തിപ്രഭാവം ഉണ്ടെന്ന് പറഞ്ഞ ആളാണ്. കെ മുരളീധരൻ ഉറപ്പായും ഏത് മണ്ഡലത്തിൽ പോയി ഇന്നാലും ജയിക്കാൻ ശേഷിയുണ്ടെന്ന് പറഞ്ഞ ആളാണ്. മത്സരമുണ്ടായിരുന്നു. സുനിൽകുമാറും മുരളീധരനും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടി വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സുരേഷ് ഗോപി എത്ര ഉയരത്തിലേക്കാണ് പോയത്. അല്ല, BJPക്ക് 2,93,000 വോട്ട് കിട്ടി, LDFന് 3,21 കിട്ടി. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് എത്ര കിട്ടി? 3,37,000 വോട്ട് കിട്ടി. 16,000 വോട്ട് ഞങ്ങൾക്ക് ആ മണ്ഡലത്തിൽ അധികം കിട്ടി. കോൺഗ്രസിന് 85,000 വോട്ട് അവിടെ കുറഞ്ഞു. BJPക്ക് അതേ അത്ര വോട്ട് കൂടി. അപ്പൊ എന്ത് സംഭവിച്ചു? ആരുടെ വോട്ടാ പോയത്? ഞങ്ങൾക്ക് 16,000 വോട്ട് കഴിഞ്ഞ ലോക്സഭ. ശ്രീകുമാർ, ഇതിന് പെട്ടെന്നൊരു മറുപടി. കാരണം തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ ഉള്ള ആളാണ് അങ്ങ്. വളരെ പെട്ടെന്ന്. ഞങ്ങൾക്ക് അവിടെ 16,000 വോട്ട് കൂടിയത് LDFന്. അദ്ദേഹത്തിന് അത് പറയാൻ തർക്കിക്കാൻ പറ്റില്ലല്ലോ. കോൺഗ്രസിന് 80,000 വോട്ട് കുറഞ്ഞു അവിടെ. അതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് അല്ല ബൽദേവ് പറയുന്നതിലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വോട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമായിരുന്നു. അന്ന് തൃശ്ശൂരിൽ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം LDFനുണ്ടായിരുന്നു. ആ വോട്ട് ഇവിടെ പോയി. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 14 സീറ്റ് ആ വോട്ട് കാണാനില്ല കേരളത്തിൽ. അല്ല, അത് 2019 കാര്യം പറയുമ്പോ ഇവരതിനെ പ്രതിരോധിക്കാൻ പറയാ 2021. അപ്പൊ 2021 ആണെങ്കിൽ അന്ന് കിട്ടിയ വോട്ട് എവിടെ പോയി? അത് മാത്രമല്ല, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയുമായിരുന്നു. അതല്ല ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അത് തന്നെയാണ്. ശ്രീകുമാർ പറഞ്ഞതാണ് ഞാനും പറയുന്നത്. UP ഇന്ത്യയിലെ ഏറ്റവും വലിയ BJP ഇപ്പൊ എവിടെ പോയി? ഇപ്പോൾ ഓരോ സാഹചര്യങ്ങളിൽ ഓരോ രീതിയാണ്. 2019 ശരിയാണ്, കോൺഗ്രസ് കിട്ടിയപ്പോഴാണ്. അതനുസരിച്ച് 2021 100 ചില്ലാനോട്ട് കോൺഗ്രസിന് കിട്ടണമായിരുന്നു നിയമസഭാ സീറ്റ്. കിട്ടിയില്ല. ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന രീതി നമുക്കൊരു കാര്യം അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ, കേരളത്തിൽ നിന്ന് കേരളം ഉണ്ടായ കാലം മുതൽ ലോകസഭയിലേക്ക് 1 or 2 പ്രാവശ്യം ഒഴിച്ചാൽ എപ്പോഴും സീറ്റ് കിട്ടിയിട്ടുള്ളത് കോൺഗ്രസ് മുന്നണിക്കാണ്. 20 സീറ്റ് കോൺഗ്രസ് കിട്ടിയ ചരിത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും, അതും അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ എഴുതിത്തള്ളി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ തോറ്റപ്പം കേരളത്തിലെ. പക്ഷേ എല്ലാ കാലത്തെയും പോലെയാണോ ഇപ്പോഴത്തെ എന്ന സംശയമാണ് എപ്പോഴും നമ്മൾ ചോദിച്ചു വയ്ക്കുന്നത്. കാരണം മൂന്നാമതൊരു വലിയ കക്ഷിയായി BJP വളർന്നു വരുന്നു. ആ പലയിടങ്ങളിലും CPM വല്ലാതെ പിന്നിലേക്ക് പോകുന്നു. BJP ശക്തമായ മുന്നേറ്റം നടത്തുന്നു. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇന്നലെ CPMൻ്റെതായി പുറത്തു വരുന്ന ഒരു വാചകമുണ്ട്, ഇനി നമുക്ക് റൊട്ടേഷൻ ആകാം. CPMൻ്റെ രാജ്യസഭാ സീറ്റ് അതേപടി നിലനിർത്തുക, രണ്ടാമത്തേത് നമുക്ക് റൊട്ടേഷൻ ചെയ്തുകൊണ്ടേയിരിക്കാമെന്നാണ്. അതായത് ഇനി വരാനിരിക്കുന്ന നിയമസഭയിൽ എത്ര കണ്ട് സീറ്റ് CPM പിടിക്കുമെന്നത് മറ്റൊരു ചോദ്യമാണെങ്കിൽ പോലും റൊട്ടേഷൻ ആവാം, മാർഗനിർദ്ദേശമുണ്ടാക്കാം, മാർഗരേഖ ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നൊരു ദുരവസ്ഥയുണ്ടല്ലോ. വല്യേട്ടൻ അക്ഷരാർത്ഥത്തിൽ ചെറുതാകുന്നു. അതിന് ചില മൈക്രോ കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ മാക്രോ മാത്രം ചർച്ച ചെയ്ത് മൈക്രോ കൂടി ചർച്ച ചെയ്യണം. ഞാൻ ഒരു ലോക്സഭാ സീറ്റിനെ പറ്റി പറയാം. കോട്ടയം ലോക്സഭാ സീറ്റ്, അവിടെ 2014 BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 5% വോട്ടാണ്. അന്ന് കേരളത്തിൽ BJPക്ക് ഏതാണ്ട് 12% വോട്ട് കിട്ടിയിട്ടുണ്ട്. 12% വോട്ട് 2014 കേരളത്തിൽ BJPക്ക് കിട്ടിയപ്പോൾ 5% വോട്ടാണ് കോട്ടയത്ത് കിട്ടിയത്. 2019 ആയപ്പോൾ അത് 17% വർദ്ധിച്ചു. അന്ന് 15-16% വോട്ടാണ് കേരളത്തിൽ BJPക്ക് കിട്ടിയത്. അതിലും മികച്ചു നിന്നു.
ഇത്തവണ 19.5% വോട്ടാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ BJP അതായത് BDJS സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ നിലവാരത്തിൽ നിൽക്കുകയാണ് കോട്ടയം ജില്ലയിലെ വോട്ട്. ഇത് നാം മനസ്സിലാക്കണം. കോട്ടയം ജില്ലയിൽ BJPയുടെ ഈ വളർച്ചയുടെ പിന്നിൽ ചില പ്രത്യേക സമുദായങ്ങൾ BJPയിലേക്ക് വല്ലാതെ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ, അതായത് NDAയിലേക്ക് BJPയും NDA ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തെളിയിക്കുന്നതാണ്. ആലപ്പുഴയിലെ വോട്ടിംഗ് പാറ്റേണിലും അത് ദൃശ്യമാണ്, ആറ്റിങ്ങലിലെ വോട്ടിംഗ് പാറ്റേണിലും അത് ദൃശ്യമാണ്. അപ്പോൾ ചില സമുദായങ്ങൾ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ BJPക്കും NDAക്കുമെതിരെ പുറംതിരിഞ്ഞു നിന്ന ചില സമുദായങ്ങൾ ആലപ്പുഴയിലും കോട്ടയത്തും ആറ്റിങ്ങലിലുമൊക്കെ BJPയിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് വന്നിട്ടുണ്ട്. അവർ പലരും ചരിത്രത്തിലാദ്യമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് LDFിൻ്റെ ക്ഷീണത്തിന് കാരണം. ഈ സമുദായങ്ങൾ LDFിന് കാലാകാലം എന്ന് വെച്ചാൽ കേരള സംസ്ഥാനം ഉണ്ടായ കാലം മുതൽ LDFിന് വോട്ട് ചെയ്യുന്നവരായിരുന്നു. അവരുടെ ഇടയിലേക്ക് BJPക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ആറ്റിങ്ങൽ, ആലപ്പുഴ, കോട്ടയത്തെ ഒക്കെ പോളിംഗ് പെർസെൻറ്റേജിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ അധികം പ്രാധാന്യത്തോടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചില സമുദായങ്ങൾ CPM അവരുടെ സേഫായി കരുതിയ അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായി കരുതിയ ചില സമുദായങ്ങൾ തെക്കൻ ജില്ലകളിൽ പതുക്കെ BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മലബാറിൽ അങ്ങനെ ഒരു മാറ്റമുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ കാസർഗോഡിലെ വോട്ടിൻ്റെ വർധനവ്, കണ്ണൂരിലെ വോട്ടിൻ്റെ വർധനവ് ചില സൂചനകൾ നൽകുന്നുണ്ട്. കാരണം കണ്ണൂരിൽ ഏതാണ്ട് 1,19,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് 2.25 ലക്ഷം കടന്നു. അപ്പോൾ അവിടെയൊക്കെ ചില സൂചനകളുണ്ടെങ്കിലും ശക്തമായി പ്രകടമായിട്ടുള്ളത് തെക്കൻ കേരളത്തിലാണ്. തെക്കൻ കേരളത്തിലെ സാമുദായികമായ രാഷ്ട്രീയ ചിന്ത മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം കുറേയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുമുന്നണിക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ കുറച്ചും കൂടി ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ തയ്യാറായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ എൻ ശ്രീകുമാർ, അതായത് ഈ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു CPMൽ. തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാട്ടാൻ, ഉറക്കെ പറയാൻ ആരുണ്ടായിരുന്നു എന്ന ചോദ്യം ബാക്കിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പതിവായി വിമർശിക്കുന്ന G. സുധാകരൻ എന്ന് ചിലത് പറഞ്ഞിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ലോക്കൽ കമ്മിറ്റി ഒക്കെ തല ഉയർത്തി തുടങ്ങുന്നു, വിമർശിച്ച് തുടങ്ങുന്നു. സമീപകാലത്തൊന്നും പിണറായിക്ക് നേരെ അങ്ങനെ ഒരു ആക്ഷേപം, ഒരു ചോദ്യം ചെയ്യലൊന്നും ഈ പാർട്ടിയിൽ നിന്നുണ്ടായിട്ടില്ല. ഈ ശുദ്ധീകരണ വേളയിൽ പിണറായി തിരുത്തപ്പെട്ടില്ലെങ്കിൽ കൈയൊഴിയുമോ CPM? കൃഷ്ണരാജെ, പിണറായി തിരുത്തുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദിശാബോധമില്ല ഇപ്പം. കാരണം അവരിപ്പോൾ നോക്കൂ, ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകളുണ്ട്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് അഹങ്കാരമായി, മുസ്ലിം ലീഗിന് അഹങ്കാരമായി എന്നൊക്കെയാണ്. അപ്പോൾ ജനങ്ങൾ പറഞ്ഞ എന്താണ്? മുഖ്യമന്ത്രിക്കാണ് അഹങ്കാരം. പാർട്ടിയിലെ ചിലർ പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിക്കാണ് അഹങ്കാരം. അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചുവിടുക. കോൺഗ്രസ്സിന് ജയിച്ചതിലുള്ള ആഹ്ലാദമുണ്ട്, ലീഗിന് ജയിച്ചതിലുള്ള ആഹ്ലാദമുണ്ട്. നോക്കൂ, കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ SFIക്ക് നഷ്ടമായില്ലേ 8 വർഷത്തിന് ശേഷം? അതായത് പിണറായി ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് SFIയുടെ കാലിക്കറ്റ് സർവകലാശാല നഷ്ടമായി. അപ്പോൾ വളർന്നു വരുന്ന 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളും യുവാക്കളും ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് വ്യക്തമല്ലേ? അപ്പോൾ ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ രാജാവ് നഗ്നനായെന്ന് വിളിച്ചു പറയാൻ ഇന്നും CPMൽ ആരുമില്ല. ശ്രീ G. സുധാകരൻ താഴ്ത്തപ്പെട്ട ഒരാളാണ്, ബ്രാഞ്ച് തലത്തിലേക്ക് താഴ്ത്തപ്പെട്ടു. അദ്ദേഹത്തിന് പറയാം. ശ്രീ P. ജയരാജൻ, അദ്ദേഹത്തെ സംസ്ഥാന CPMൻ്റെ നിങ്ങൾ നോക്കൂ, വടകര മണ്ഡലത്തിൽ പരാജയപ്പെട്ട ശേഷം പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഒതുക്കി. അദ്ദേഹത്തിന് പറയാം. മറിച്ച് ഇനിയും എനിക്ക് കിട്ടണം പണം, ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് കരുതുന്ന ഒരുപാട് പ്രമുഖ നേതാക്കളുണ്ട്. അവരൊന്നും മിണ്ടില്ല. അവരുടെ കാര്യം എന്തിനാണ് പറയുന്നത്? മന്ത്രിമാരെ നിങ്ങൾ നോക്കൂ, പാർട്ടി സെക്രട്ടറിയെ നോക്കൂ. പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ്, അദ്ദേഹം വളരെ സ്ഥൈര്യത്തോടുകൂടി ചില നിലപാടുകൾ പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണ്? സൂര്യനാണെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി.
അടുത്താൽ കരിഞ്ഞു പോകും. ഇങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പാർട്ടി സെക്രട്ടറി വിശേഷിപ്പിക്കേണ്ടത്? പാർട്ടി സെക്രട്ടറിയാണ് പണ്ട് വിശേഷിപ്പിച്ചിരുന്നത്. CH കണാരൻ്റെ കാലത്താണെങ്കിലും നയനാരുടെ കാലത്താണെങ്കിലും VSൻ്റെ കാലത്താണെങ്കിലും അങ്ങനെയാണ് സംഭവിച്ചിരുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ ആ ഒരു വലിപ്പം എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? CPM-ന് കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിക്കാണ് സ്ഥാനം വലിപ്പം കൂടുതൽ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ AK ആന്റണി KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുല്യ പരിഗണനയായിരുന്നു. CPM-ൽ അങ്ങനെയല്ലല്ലോ, പാർട്ടി സെക്രട്ടറിയല്ലേ വലുത്. പക്ഷേ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞതിന് ശേഷം അതിന് യെസ് വെക്കേണ്ട ഒരു നിലയിലേക്ക് മാറുമ്പോൾ ഇങ്ങനെ തോൽവി സംഭവിക്കും. ശരി, ഞാൻ ഇടപെടുന്നു. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇനി രണ്ടുപേരോട് 2 ചോദ്യം വളരെ പെട്ടെന്ന് ഉത്തരം പറയണം. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, അതായത് ഇപ്പോൾ വിട്ടുവീഴ്ചയെന്നോ ഉദാരമനസ്കതയെന്നോ ത്യാഗമെന്നോ എന്തു വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ജോസ് കെ മാണി പക്ഷത്തിനും CPI-ക്കും സീറ്റ് രാജ്യസഭ നൽകിക്കൊണ്ട് CPM പിന്മാറി നിൽക്കുന്ന പ്രതിഭാസത്തെ. പക്ഷേ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ട് എളുപ്പമാകുമോ സീറ്റ് വിഭജനം? യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ചെയ്ത വിട്ടുവീഴ്ചയല്ല, ത്യാഗവുമല്ല, മുന്നണി മര്യാദയാണ് ഇടതുപക്ഷ മുന്നണിയും CPM-ഉം കാണിച്ചത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇതൊരു പ്രശ്നമില്ല. കാരണം ഓരോ പാർട്ടികളും മത്സരിക്കുന്ന സീറ്റുകളുണ്ട്. CPI-ക്ക് ഇത് പറഞ്ഞാൽ 22 സീറ്റ് വരെ മത്സരിക്കുന്നവർക്ക് 17 MLA-മാരുണ്ട്. കേരള കോൺഗ്രസ് മാണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അർഹമായ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഘടകകക്ഷികൾക്കെല്ലാം അർഹമായ സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് അതിനകത്ത് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സീറ്റുകളെ കുറിച്ചുള്ള ചർച്ച. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരി, ഞാൻ ഇടപെടുന്നു. സമയപരിമിതിയുണ്ട്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ചോദ്യമില്ല. അല്ല, ഇത് ഇത്രയേ ഉള്ളൂ. കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമഗ്രമായ മാറ്റം, അതിൻ്റെ ചില എന്താ പറയുക സൂചനകളാണിത്. ഇനിയും പലതും നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, CPI ഒഴികെയുള്ള 2 കക്ഷികളും UDF-നോട് മുൻബന്ധമുള്ളവരാണ്, RJD-യും ജോസ് കെ മാണി പക്ഷവും. അതുകൊണ്ട് തന്നെ ഉറക്കെ കേൾക്കുന്ന രാഷ്ട്രീയ ഗോസിപ്പുകൾ വിശ്വസിക്കേണ്ട കാലം വിദൂരമല്ലെന്നോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. ഇപ്പോഴും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ശ്രീ VP ശ്രീപത്മനാഭൻ, ശ്രീ N ശ്രീകുമാർ ചർച്ചയിൽ പങ്കുചേർന്നതിന്. ജനം ഡിബേറ്റ് പോൾ, JD പോൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ച ചോദ്യം ഘടകകക്ഷികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയോ CPM വല്യേട്ടൻ എന്നതായിരുന്നു. അതെ എന്ന് 85% പേരും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ല എന്ന് പറഞ്ഞവർ 15% മാത്രം. നന്ദി. ജനം ഡിബേറ്റ് പൂർണ്ണമാകും.